ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു മാരേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ബാക്കിൽ നിന്ന് വരും. ഞങ്ങളുടെ കസിൻസും ഫാമിലി എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് പോണേ? നമ്മൾ കരമന ഒരു ടർഫുണ്ട്. അവിടെ ഒരു ടർഫ് ഉള്ളതേ അറിയാവൂ. കരമനയാണ് നമ്മളിപ്പോൾ പോണത്. അപ്പം ബാക്കി വിശേഷം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ വലിയ ചെറിയ കുടുംബം. ഞങ്ങളുടെ കസിൻസിൻ്റെ മക്കൾ അധികം അവർ പരസ്പരം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ അല്ല, ഒരു ലോങ് വീഡിയോ ആയിട്ടിടാം. പിന്നെ ഞങ്ങൾ 5 to 6 ഞങ്ങൾ അവിടുത്തെ ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ പെൺപടകൾ ഈ നടന്നു വരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാം ആദ്യമേ അകത്ത് കയറി. കുട്ടികളാണെങ്കിൽ പിന്നെ ഫുട്ബോളിൻ്റെ പുറകെ തന്നെയായിരുന്നു കളിയും ബഹളമൊക്കെ ആയിട്ട്. നല്ല രസമായിരുന്നു. വാമി പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വാമി എല്ലാവരുമായിട്ട് മിങ്കിളായി. അങ്ങനെ ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എന്നിട്ട് 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ടർഫിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ആ കേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇതെൻ്റെ ഒരു കസിനാണ് അച്ചു. അവൻ ഫോട്ടോ എടുക്കണമെന്ന് വന്ന് പോസ് ചെയ്ത് നിന്നതാണ്. പക്ഷേ ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന് പിന്നെ അവന് മനസ്സിലായത്. അങ്ങനെ ഈ കൈ കാണിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സെലിബ്രിറ്റിയാണ് കേട്ടോ. ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. എൻ്റെ വല്യേച്ചി. അങ്ങനെ കേക്കൊക്കെ എത്തി. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അവരെ വെഡിങ് ആനിവേഴ്സറി അവർ പ്രതീക്ഷയില്ല, കേക്ക് കട്ടിങ് ആണെന്നുള്ള കാര്യമൊന്നും അവർ പ്രതീക്ഷയില്ല. അല്ലാതെ ഫുഡ് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ അവിടെ പിടിച്ച് നിർത്തിയത്. രണ്ടുപേരും കട്ട് ചെയ്തു. ഷോർട്സ് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. ഇതെൻ്റെ എൻ്റെ ചേട്ടനാണിത്. പറഞ്ഞോ, ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഫുട്ബോളിൻ്റെ കാര്യം പിന്നീട് പറയാം. പെട്ടെന്നായപ്പോഴത്തേക്ക് പറയാൻ ചേട്ടന് ടെൻഷൻ ആവുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. അത് ചേട്ടൻ്റെ വൈഫാണ്. ഇത് ചേട്ടൻ്റെ വൈഫാണ്. ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ്. വ്ളോഗ്